പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലോക ഗജദിനത്തിൽ ഒരാനക്കുട്ടിക്ക് പറ്റിയ അമളിക്കഥ കേട്ടാലോ? ഗില്ലുവിന് പറ്റിയ അമളി. ഓലോലം കാട്ടിലെ കുട്ടിക്കൊമ്പനായിരുന്നു ഗില്ലു. മഹാബുദ്ധിമാനാണ് താനെന്ന ഭാവത്തിൽ അവൻ കൂട്ടം തെറ്റി നടന്നിരുന്നു. ഒരു ദിവസം ഗില്ലു ഒരു പൂമരത്തിൻ്റെ ഉയർന്ന കൊമ്പത്ത് ചുവന്ന പൂവ് കണ്ടു. അത് പറിച്ച് അമ്മയ്ക്ക് കൊടുക്കണമെന്ന മോഹത്തോടെ തുമ്പിക്കൈ നീട്ടി. എത്തിയില്ല. രണ്ടു കാലിൽ എഴുന്നേറ്റു നിന്ന് ശ്രമിച്ചു. എന്നിട്ടും എത്തിയില്ല. എത്താ കൊമ്പത്തെ പൂ പറിക്കാൻ എളുപ്പമായിരുന്നില്ല. അവൻ ചുറ്റും നോക്കിയപ്പോൾ ഒരു വലിയ ഉരുണ്ട പാറ കണ്ടു. ആഹാ, പൂ പറിക്കാൻ ഞാൻ ഈ പാറയുടെ മുകളിൽ കയറി നിൽക്കും. അവൻ പാറ തള്ളി നോക്കി. പക്ഷേ അനങ്ങിയില്ല. തുമ്പിക്കൈ കൊണ്ട് വലിച്ചു നോക്കി. അതും നടന്നില്ല. അപ്പോൾ അവനൊരു സൂത്രം തോന്നി. ആനക്കുട്ടി അടുത്തുള്ള പുഴയിലേക്ക് ഓടിച്ചെന്ന് തുമ്പിക്കൈ നിറയെ വെള്ളമെടുത്ത് പാറയിലേക്ക് ഒഴിച്ചു. നനഞ്ഞാൽ ചിലപ്പോൾ ഇത് തെന്നി നീങ്ങും, അവൻ ചിന്തിച്ചു. എന്നിട്ട് വെള്ളം കോരി വീണ്ടും വീണ്ടും ഒഴിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് പാറ വലിച്ചനക്കാൻ നോക്കി. പാറയ്ക്ക് അനക്കമുണ്ടായില്ല. ഒരു മരത്തിലിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിക്കുകയായിരുന്ന ചിങ്കുക്കുരങ്ങൻ ചിരിച്ച് ചിരിച്ച് കൈവിട്ടു താഴെ വീണു. മണ്ടച്ചാരേ, വെള്ളമൊഴിച്ചാൽ പാറ അനങ്ങുമോ? ഗില്ലു അത് ശ്രദ്ധിക്കാതെ പാറയെ നോക്കി പറഞ്ഞു, അങ്ങേ മരത്തിൻ്റെ കൊമ്പിലുള്ള പൂക്കൾ പറിക്കുവാൻ നീ വരുമോ? എന്നുടെ കൂടൊന്നു വന്നു വേഗം പൂ പറിച്ചിടാൻ കനിഞ്ഞിടേണേ. കുരങ്ങച്ചന് അത് കണ്ട് ചിരിച്ച് ചിരിച്ച് വയറുവേദന തുടങ്ങി. ഇതെല്ലാം കണ്ട് പുഴയരകിൽ കിടന്നിരുന്ന ജിമ്മു ആമച്ചേട്ടൻ പറഞ്ഞു, പാറ പറന്നു വരികയില്ല മോനെ, വെറുതെ ശ്രമിച്ചിടണ്ട. വേറെ വഴി നോക്കു കുട്ടിക്കൊമ്പ, പാറ അനക്കുവാൻ നോക്കിടണ്ട. ജിമ്മു അടുത്ത് കിടന്നിരുന്ന ഒരു മരത്തടി ചൂണ്ടിക്കാട്ടി. ആ തടി പൂമരത്തിൻ്റെ അടുത്തേക്ക് തള്ളി മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കയറി പൂ പറിക്കാൻ നോക്ക്. ഗില്ലുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ വേഗം മരത്തടി തള്ളി മാറ്റി അതിൻ്റെ മുകളിൽ കയറി തുമ്പിക്കൈ കൊണ്ട് ആ ചുവന്ന പൂവ് പറിച്ചെടുത്തു. സന്തോഷത്തോടെ അവൻ പൂവും കൊണ്ട് അമ്മയെ തേടിപ്പോയി. അനാവശ്യമായി കരുത്ത് കാട്ടി വിജയിക്കാൻ ശ്രമിക്കുന്നതിലും നല്ലത് ബുദ്ധിപൂർവം പ്രവർത്തിക്കുകയാണ്, ആമച്ചേട്ടൻ പറഞ്ഞു. അത് കേട്ട് കുരങ്ങച്ചൻ തലയാട്ടി ചിരിച്ചു.